Hey guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് 5ന്റെ വിശേഷങ്ങളാണ്. ലെറ്റ്സ് റോൾ. ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി Z ഫ്ലിപ്പ് 5. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ സാംസങ്ങിൻ്റെ ഒരു ഫോൾഡബിൾ ഡിവൈസ് എൻ്റെ കയ്യിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നതും. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ആദ്യം നമുക്ക് ഫിസിക്കലി ഈ ഒരു ഡിവൈസിന് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 187 ഗ്രാമാണ് ഈ ഒരു ഡിവൈസിൻ്റെ ടോട്ടൽ വെയിറ്റ് പറയുന്നത്. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വളരെ വെൽ ബിൽഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഡിവൈസ് ഇറങ്ങിയതിന് ശേഷം, അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ ഫോൾഡബിൾ സീരീസ് ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് സാംസങ് ഗാലക്സി Z ഫ്ലിപ്പ് 5ഉം Z ഫോൾഡ് 5ഉം ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, നോയിഡയിലുള്ള ഫാക്ടറിയിൽ. അതുമാത്രമല്ല ഇതിനകത്തുള്ള ബോക്സ്, അതായത് ഈ ഒരു ഡിവൈസ് വരുന്ന ബോക്സ് ഉൾപ്പെടെ ഇതിനകത്തുള്ള ഫ്രെയിം, ഇതിനകത്ത് ഉപയോഗിച്ചുള്ള പല കാര്യങ്ങളും റീസൈക്കിൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിലിറ്റിക്ക് ഭയങ്കരമായിട്ട് സാംസങ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണിനെ മൊത്തത്തിൽ പരിചയപ്പെടാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ഫോണാണ് ഫ്ലിപ്പ് 5ഉം. അതുപോലെ തന്നെ ഫോൾഡ് 5 നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റിനെ നമുക്ക് രണ്ടായിട്ട് മടക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയായിരിക്കും. മടക്കി വെച്ച് കഴിയുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 3.4 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് 60 ഹെർട്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിനെ ഒന്ന് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമുക്ക് 6.7 ഇഞ്ചിൻ്റെ 22:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഫുൾ HD+ ഡൈനാമിക് ആമോലെഡ് 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. റിഫ്രഷ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 120 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റൊക്കെ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് സാംസങ് ഗാലക്സി Z ഫ്ലിപ്പ് 5ൻ്റെ അകത്തുള്ള റിയർ ക്യാമറ ഉപയോഗിച്ച് തന്നെ നമുക്ക് സെൽഫീസ് ഒക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലൈക്ക് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാം. ലൈക്ക് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിനകത്ത് പാക്ഡ് ആണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു അൾട്രാ വൈഡ് സെൻസറും സാംസങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സെൽഫി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 10 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ്. അതുമാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. ആക്ച്വലി നോർമലി എല്ലാ ഫോണുകളിലും കാണുന്നത് പോലെയും എല്ലാ ഫോൾഡബിൾ ഫോണിലും കാണുന്നത് പോലെ അല്ല ഇതിനകത്തുള്ള പ്രോസസ്സർ. സാംസങ് ഗാലക്സി ഫോൾഡിനും ഫ്ലിപ്പിനും വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഉണ്ടാക്കിയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ് ഈ ഒരു ഫ്ലിപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് 8 GB 256 GB അതുപോലെ തന്നെ 512 GB നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാം. ആൻഡ് സെയിം നമ്മുടെ ലാസ്റ്റ് ഇയർ Z ഫ്ലിപ്പ് 4ൻ്റെ അകത്ത് യൂസ് ചെയ്തതുപോലെ തന്നെ 3700 mAh ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മിൻറ്റ് ആണ്. ഇതിനകത്ത് ക്രീമും ലാവൻഡറും ഗ്രാഫൈറ്റും നമുക്ക് ഒരു 4 കളറായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാഫൈറ്റ്, ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഗ്രാഫൈറ്റ് ചൂസ് ചെയ്യാം. അതുമല്ല നിങ്ങൾക്ക് കുറച്ചൊരു ഫങ്കി കളറാണെന്നുണ്ടെങ്കിൽ ലാവൻഡർ ചൂസ് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇനി ക്രീം വേണമെന്നുണ്ടെങ്കിൽ ക്രീമും ചൂസ് ചെയ്യാം. അൺഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫിസിക്കലി നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എനേബിൾഡ് ആയിട്ടുള്ള പവർ ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ട് മേളിലായിട്ട് വോളിയം റോക്കർ. ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ വെൻസ് കൊടുത്തിട്ടുണ്ട്, മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സിം സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടോപ്പിലായിട്ട് സെക്കൻഡറി മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൺ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു അടയ്ക്കാൻ പറ്റുന്ന പരിപാടിയാണല്ലോ. അതിനായിട്ട് ഇവരൊരു ഒരു നെക്സ്റ്റ് ജനറേഷൻ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഹിഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു അടയുന്ന ഒരു പോയിന്റ് ഡുവൽ റെയിൽ ഹിഞ്ച് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും. അതുമാത്രമല്ല കാര്യം, ഈ ഒരു ഫോൾഡബിൾസ് സാംസങ് ഇറക്കിയ സമയത്ത് അവർ ഓരോ വേർഷൻ ഇറക്കുന്ന സമയത്തും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നല്ല ഇമ്പ്രൂവ്ഡ് ആണ് ഈ ഒരു ഫോൺ. IP-X8 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ കോർണിംഗ് ഗൊല്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി വരുന്നുണ്ട്. വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷം ഫോൾഡ് സാംസങ് സർട്ടിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് 2 ലക്ഷം തവണ നമുക്ക് ഫോൾഡ് ചെയ്താലും ഒരു കുഴപ്പവും വരില്ല. ഇനി എനിക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ, അതായത് അലുമിനിയം, ആർമർ അലുമിനിയം ബിൽഡ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന, അതായത് പ്ലെയിനിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം മെറ്റീരിയലാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഫോൺ നമ്മുടെ കയ്യിലെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വേർഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൈറ്ററാണ്, കുറച്ചുകൂടി തിന്നറാണ് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും. അതുമാത്രമല്ല കുറച്ചുകൂടി ഫേം ആയിട്ട്, കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള ഡിവൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് 3.4 ഇഞ്ചിൻ്റെ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് വിസിബിൾ ആണ്. ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കുറച്ച് വിഡ്ജറ്റുകൾ കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് നമുക്ക് കലണ്ടർ, രണ്ടാമത്തത് നമ്മുടെ വെതർ, പിന്നീട് നമുക്ക് കോളുകൾ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺടാക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് അലാറം നമുക്ക് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടേൺ ഓഫ് ചെയ്യാനും ടോഗിൾ ചെയ്യാനും ഇവിടെ സാധിക്കും. പിന്നീട് നമുക്കൊരു കോമ്പസ് കിട്ടുന്നുണ്ട്, ടൈമർ വെക്കാനായിട്ട് പറ്റും, ആൻഡ് വോയിസ് റെക്കോർഡ്
റെക്കോർഡർ. പിന്നെ നമ്മുടെ സാംസങ് ഹെൽത്ത്, നിങ്ങളുടെ വെയറബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാംസങ് ഹെൽത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. സാംസങ് സ്മാർട്ട് തിങ്സ് ഇല്ലേ, അതിൻ്റെയും ഒരു വിഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റോക്സിൻ്റെ ഒരു വിഡ്ജറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാബും കാണാൻ പറ്റും. അതിനകത്ത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് കളയാനും സാധിക്കും. എനിക്ക് ഏറ്റവും ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്തത്, നമ്മളൊന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അല്ല ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തംബ്നെയിൽ ഉൾപ്പെടെ ഇങ്ങനെ വിസിബിളായിട്ട് വരും. ഇതെല്ലാം പോട്ടെ, നിങ്ങളൊന്ന് ഹോമിലേക്ക് വന്നിട്ട് ഈ ഒരു ക്യാമറ ഐക്കൺ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 12 മെഗാ പിക്സൽ പ്ലസ് 12 മെഗാ പിക്സൽ ആ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അതിലും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സെൽഫി എടുക്കാം. ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ മോഡ് ഓൺ ആവും. ഇനി നിങ്ങൾക്ക് പോർട്രേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോർട്രേറ്റ് ഓൺ ആവും. ഇനി നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്തും ഫോട്ടോ എടുക്കുന്ന സമയത്തും ആസ്പെക്ട് റേഷ്യോസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആയിട്ട് ചെറിയൊരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് യൂഷ്വലി നമുക്ക് ഫോണിനകത്ത് കിട്ടുന്ന എത്ര FPS ഷൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഏത് ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാമറയുടെ കാര്യം എടുത്ത് തന്നെ പറയണം, നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് ഇതിപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഭയങ്കര പ്യുവർ ആയിട്ടുള്ളതും ഡീറ്റെയിൽസൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സ്കിൻ ടോൺ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ഫോണിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചുകൊണ്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെ. നിങ്ങൾക്കൊരു സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫോൺ തന്നെ ഒരു സ്റ്റാൻഡായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ടും ഇതേപോലെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്ത് വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോസോ ഫോട്ടോസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇനി നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് വീഡിയോ ഈ ഒരു ചെറിയൊരു നമ്മുടെ കവർ ഡിസ്പ്ലേയിലെ ആ ഒരു കവർ ഡിസ്പ്ലേയിൽ കാണിക്കും. അത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് ലിസൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വിഡ്ജറ്റ് അവിടെ ഇങ്ങനെ വിസിബിൾ ആവും. അതായത് പാട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഇനി നിങ്ങൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാപ്പും ഗൂഗിൾ മാപ്പും ഇതിൻ്റെ അകത്ത് നമുക്ക് നാവിഗേഷൻ ഈ ഒരു ചെറിയ വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ അസൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി Z Flip 5ൻ്റെയും Z Fold 5ൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആൻഡ്രോയിഡ് ആപ്പ് ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആപ്പ് ആണെങ്കിലും ഫ്ലിപ്പിനും ഫോൾഡിനും വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഈ ഒരു ഫ്ലിപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ റെക്കോർഡ് ബട്ടൺ മാത്രം താഴത്തെ ഭാഗത്ത് വന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ ഒരു ചെറിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് 1 UI ആണ് കിട്ടുന്നത്. 4 ഫ്യൂച്ചർ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ 5 സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും ആണ് സാംസങ് പ്രോമിസ് ചെയ്യുന്നത്. നോക്ക് സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് പേ. അതായത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് സാംസങ് ഫോൺ എടുത്ത് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ആ ഒരു വയർലെസ് പേയിങ് മെത്തേഡ് കംപ്ലീറ്റ് ആവും, വിച്ച് ഈസ് നൈസ്. എല്ലാ സ്റ്റോറിലും പക്ഷേ ഈ ഒരു സാധനം സപ്പോർട്ട് ചെയ്യുന്ന മെഷീനും കൂടി വേണം. പിന്നെ എടുത്ത് പറയേണ്ടത്, എഗെയിൻ ഇതും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫോണാണ്. അത് ഭയങ്കര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഇന്ത്യയിൽ ഇതേപോലുള്ള ഫോൾഡബിൾ ഫോണുകളൊക്കെ മോസ്റ്റ്ലി ചൈന അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലാണ് ഇതേപോലുള്ള ഫോൾഡബിൾ ടെക്നോളജി ഫോണുകളെല്ലാം ഉണ്ടാക്കുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നാൽ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ കൊണ്ടുവന്നത് സാംസങ്ങിന് ഒരു ഹാറ്റ്സ് ഓഫ്. ഇനി നിങ്ങൾക്ക് പ്രൈസ് നോക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ, അതായത് 99,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആൻഡ് നിങ്ങൾക്ക് ഇത് EMIയിലും കിട്ടും. HDFCക്ക് നിങ്ങൾക്ക് 9 മാസത്തേക്ക് നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു 512 GB വേരിയൻ്റ് എടുക്കാനാണ്. കാരണം ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് കൂടുതലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഇതിനകത്ത് സാംസങ് ഒരു വേപ്പർ ചേമ്പർ എനേബിൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല 1750 നിറ്റ്സാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ബ്രൈറ്ററാണ്. നിങ്ങൾ പുറത്ത് സൺലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോൾഡബിൾസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാൻഡിയാണ് ടു ബി ഓണസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാം സൈസിൽ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. യെസ്, അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹിഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊരു ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് അത് നമുക്കൊരു പരാതി പറയാനായിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയായിട്ട് സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര കൂൾ ലുക്കിംഗ് ആയിട്ട് തോന്നി. പിന്നെ സാംസങ് ഇതിൻ്റെ കൂടെ എനിക്ക് 2 കേസും കൂടി അയച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു ലെതർ കേസ്. രണ്ടാമത്തെ കേസാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത കേസ്. ഇത് NFC എനേബിൾഡ് ആയിട്ടുള്ള കേസാണ്. ഈ ഒരു കേസിൻ്റെ പുറകിലായിട്ട് 2 കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു പർപ്പിളും ബ്ലൂവും. ഇതിനകത്ത് പർപ്പിൾ കാർഡ് ഇട്ടിട്ടാണ് നിങ്ങൾ ഫോൺ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചെറിയ കവർ ഡിസ്പ്ലേയിലുള്ള വാൾപേപ്പറും പർപ്പിൾ കളറാവും. എന്നിട്ട് നിങ്ങൾ നീലയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ആവുകയും ചെയ്യും. അത് ഭയങ്കര നൈസായിട്ട് തോന്നി. ഒരു പുതിയൊരു സെറ്റപ്പ് ഓഫ് തിങ്സ് നമ്മുടെ സാംസങ് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ചാൽ നമുക്ക് സെൽഫി വീഡിയോസ് എടുക്കാനൊന്നും ആരുടെയും സഹായമൊന്നും വേണ്ട, ജസ്റ്റ് ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതി. അതുമാത്രമല്ല ഇതിനകത്ത് എടുക്കുന്ന വീഡിയോ ഫൂട്ടേജസ് ആയാലും അതുപോലെ തന്നെ ഫോട്ടോസും ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. നൈറ്റ് ഫോട്ടോസൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഇത് ആക്ച്വലി ഈ ഫോൺ ഉപയോഗിക്കാൻ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അൺഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമലി യൂസ് ചെയ്യാം, ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ യൂസ് ചെയ്യാം. മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പോരായ്മയായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം റിവ്യൂ വീഡിയോയിൽ പറയാൻ പറ്റും. ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഒരു പോരായ്മയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റിയേക്കാം. ബട്ട് സ്റ്റിൽ എന്താണ് ഒരു യൂസ് കേസ്, ഇതിനകത്ത് ഞാൻ സിം ഇപ്പോഴും സ്വാപ്പ് ചെയ്തിട്ടില്ല. സിം ഇട്ടതിന് ശേഷം കോളുകളും എൻ്റെ ഡെയിലി യൂസസും ഗൂഗിൾ പേ, വാട്സാപ്പ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഉടനെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.